ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സലിനെ കുറിച്ചാണ് കേട്ടോ. എക്സൽ എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ലാർജ് ഡാറ്റാസിനൊക്കെ നമ്മൾ ഒരു ടേബിളാർ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ കോളംസും റോസ് ആയിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്രിഡ് റെപ്രസെൻറ്റേഷനോട് കൂടിയിട്ട് കാണിക്കുക. ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡാറ്റാസിനെ പറയുന്നതാണ് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളത്. എക്സൽ എന്നുള്ളത് സ്പ്രെഡ്ഷീറ്റിന് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ലിബ്രെ ഓഫീസ്, ഗൂഗിൾ ഷീറ്റ്സ് ഒക്കെ ഇതുപോലെ സ്പ്രെഡ്ഷീറ്റിന് വരുന്ന മറ്റ് എക്സാമ്പിൾസ് ആണ്. എക്സൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സൽ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ലൈക്ക് വിൻഡോസിലായാലും മാക് OSലായാലും iOSലായാലും ആൻഡ്രോയിഡിലൊക്കെ ആയാലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ എക്സൽ പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകും, അയ്യോ എൻ്റെ കയ്യിൽ വീട്ടിൽ ലാപ്ടോപ്പ് ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഇല്ലല്ലോ, എങ്ങനെ ഞാൻ പഠിക്കുക എന്നുള്ളത്. ഞാനിവിടെ പറഞ്ഞു, നമുക്ക് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സൽ പഠിക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും ഒരു ഫോണിൻ്റെ യൂസോട് കൂടിയിട്ട് തന്നെ നമുക്ക് എക്സൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് എക്സൽ ഡൗൺലോഡ് ചെയ്യുക. ബാക്കി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും കോമൺ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇനി എന്തൊക്കെയാണ് എക്സൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. എക്സലിന് ഒത്തിരി ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് ഫോർമുലാസ് ആയാലും അതുപോലെ തന്നെ ഫങ്ഷൻസ് ആയാലും എല്ലാം എക്സൽ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസിൻ്റെ അനലിറ്റിക്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിഫറെൻറ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടേബിൾസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസിനെ നമുക്ക് സോർട്ട് ചെയ്യാനും ഫിൽട്ടർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന എക്സൽ ലേറ്റസ്റ്റ് വേർഷനായിട്ട് വരുന്ന 2020 യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സൽ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എക്സൽ പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട 2 പെറിഫറൽസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പെറിഫറൽസ് ആണ്. മൗസും കീബോർഡും എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ബേസിക് നോളജ് നമുക്ക് വേണം. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പറയുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നതോട് കൂടിയിട്ട് 2 മെത്തേഡിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ഷോർട്ട് കട്ട്സും പഠിപ്പിക്കുന്നതാണ്, അല്ലാതെ ലോങ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി മൗസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ കീബോർഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എക്സൽ ഹാൻഡിൽ ചെയ്യുന്നതും എന്നുള്ളത് പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചാനലിൽ ട്യൂൺ ചെയ്തിരിക്കുക. നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോസിൽ ആണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.